20,000 മനുഷ്യ ശരീരങ്ങൾ ഭീമാകാരമായ കുട്ടികളിൽ കോർക്കപ്പെട്ട് ഒട്ടേറെ യുദ്ധങ്ങൾ കണ്ട സുൽത്താൻ പോലും പേടിച്ചു വിറച്ചു പിൻവാങ്ങി. കൗണ്ട് ഡ്രാക്കുള എന്ന പേരിനു പിന്നിലെ ആ മനുഷ്യന്റെ ചോര നിറഞ്ഞ കഥ തുടങ്ങുന്നു. 1431 ജനിച്ച വ്ളാഡ് ദി ഇംപേലർ 11ാം വയസ്സിൽ ഓട്ടോമാൻ സുൽത്താന് ബന്ധിയായി നൽകപ്പെട്ടു. അവിടെ കണ്ട ക്രൂരതകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ തീവ്രമായ വിത്തുകൾ പാകി. 1447 അച്ഛനെയും സഹോദരനെയും വഞ്ചകരായ ബോയാർമാർ കൊന്നു. പ്രതികാരം തീർക്കാൻ വന്ന വ്ളാഡ് ഈസ്റ്റർ കൂട്ടക്കൊലയിലൂടെ അധികാരം പിടിച്ചടക്കി. കുട്ടികളിൽ കോർക്കൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മുഖമുദ്രയായി. ക്രൂരതയെ അദ്ദേഹം രാജ്യഭരണത്തിന്റെ കലയാക്കി. ചെറിയ മോഷണത്തിന് പോലും വധശിക്ഷ. പേടി കാരണം വർഷങ്ങളോളം ഒരു സ്വർണ്ണക്കപ്പ് പൊതുസ്ഥലത്ത് നിന്ന് ആരും മോഷ്ടിച്ചില്ല. ക്രൂരതയിലൂടെ അദ്ദേഹം ക്രമസമാധാനം സ്ഥാപിച്ചു. 1462 സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ വൻ സൈന്യവുമായി വന്നപ്പോൾ വ്ളാഡ് ഉപയോഗിച്ചത് മാനസിക യുദ്ധം. കരിച്ച ഭൂമി തന്ത്രവും 20,000 പേരെ കുറ്റികളിൽ കോർത്ത കാടും കണ്ട് സുൽത്താൻ പിൻവാങ്ങി. ആഭ്യന്തര കലഹം കാരണം വ്ളാഡിന് അധികാരം നഷ്ടമായി. സ്വന്തം സഹോദരനാൽ ഒറ്റിക്കപ്പെട്ടു. 14 വർഷം തടവറയിൽ. 1476 സിംഹാസനം തിരിച്ചുപിടിച്ചെങ്കിലും ആ ഭരണം 2 മാസം മാത്രം നീണ്ടുനിന്നു. ഓട്ടോമൻ സൈന്യവുമായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണം ഒരു രഹസ്യമായി ഇന്നും തുടരുന്നു. ശവകുടീരം പോലും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ക്രൂരതയുടെ ആ ചരിത്രപുരുഷൻ ഇന്ന് ദേശീയ വീരനോ അതോ ലോകം കണ്ട ഏറ്റവും വലിയ രാക്ഷസനോ? നിങ്ങൾ എന്ത് കരുതുന്നു? കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ രഹസ്യങ്ങൾ അറിയുക.